ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ, നിന്മാറിൽ ചാരുവാൻ വന്നിടുന്നേ. ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടാണ് കേണമേ. ഇമ്മാനുവേലാം നിൻ, ഇമ്മാനുവേലാം നിൻ മാറോടാണ് കേണമേ. സ്നേഹിയായ ഞങ്ങളുടെ സ്വർഗസ്വഭാവം തന്നെ അവിടുത്തെ പാതാരബിന്ദങ്ങളിലേക്ക് അടിയങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ വിലയേറെ സമയത്തിനായിട്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നായകനും നടത്തിപ്പുകാരനുമായി അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയുടെ നിൻ്റെ വചനം അനേകായിരങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ളൊരു മുഖാന്തരം നീ ഒരുക്കി തരണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുക്കുവാൻ കടന്നു വന്നിരിക്കുന്ന മത്സരാർത്ഥികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കുവാനും പ്രവർത്തിപ്പാനും അത് ഭാവിയിൽ അനുഗ്രഹമായി തീർക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാരാജ്യങ്ങൾ അനേകരത കാണുവാനും അവിടുത്തെ വചനത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അങ്ങേ രുചിച്ചറിയുള്ള മുഖാന്തരമാക്കി ഇതിനെ തീർക്കണമേ. അവിടുത്തെ നാമത്തിലൂടെ മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴേലും അങ്ങേരെ കൊണ്ട് ഈ മഹത്വമുള്ള ശുശ്രൂഷ നയിപ്പാൻ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, സഹായിക്കുന്ന എല്ലാ മക്കളെയും, സഹകരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് യേശുവിനെ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണ്. വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ബൈബിൾ ക്രൗൺ 26 ബൈബിൾ ക്വിസ് കോമ്പറ്റീഷനിലേക്ക് നിങ്ങളെല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുവാൻ അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾ പലരും ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഇവിടെ പങ്കെടുത്തിട്ടില്ലല്ലോ, ഇല്ല. അപ്പോഴാദ്യമായി തന്നെ നമ്മുടെ ജഡ്ജസിനെ പരിചയപ്പെടുത്താം. അത് കഴിഞ്ഞ ശേഷം നിങ്ങളെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുക. ഓൾറൈറ്റ്. നമ്മുടെ ജഡ്ജസായിട്ടുള്ളവർ, ഒന്ന് മിസസ് രാജി വർഗീസ്, എൻ്റെ പ്രിയ പത്നിയാണ്. എന്നോടൊപ്പം ഈ മഹത്തായ ശുശ്രൂഷയിൽ എൻ്റെ കൂട്ടുവേലക്കാരിയായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസ് എന്ന ശുശ്രൂഷയുടെ ലേഡീസ് വിങ്ങിൻ്റെ ചുമതല വഹിക്കുന്നതും മിസ് രാജിയാണ്. അടുത്തതായിട്ട് മിസ് ഡോക്ടർ എ വി. ഈ ശുശ്രൂഷ വളർന്നതാണ്, ഇപ്പോൾ ഡോക്ടറാണ്. അപ്പോഴീ നമ്മുടെ എപ്പിസോഡിൻ്റെ ജഡ്ജായിട്ട് കടന്നു വരുവാൻ തക്കവണ്ണം സന്മനസ് കാണിച്ചു. അപ്പോൾ 2 ജഡ്ജസിനെയും കർത്തൃനാമത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് നിങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. ആദ്യമായി മിസ് ശാന്തമ്മ തോമസ്. എൻ്റെ പേര് ശാന്തമ്മ തോമസ്. ഞാൻ ചെങ്ങന്നൂന്ന് വരുന്നു. ഈ ചാനലിനെ പറ്റി ഞാൻ അറിയാൻ തുടങ്ങിയത് 2019 മുതലാണ്. എൻ്റെ കൊച്ചുമോൾ കരഞ്ഞപ്പം ഞാൻ വെറുതെ TV ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു ചാനലിനെ കണ്ടു. ഞാൻ പാട്ടൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ ഈ പാട്ട് കാണാനാണ് വേണ്ടിയാണ് തുടങ്ങിയിരുന്നത്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ക്വിസ് പ്രോഗ്രാം 7 മണിക്കത്തെ കണ്ടു. അതിനകത്ത് ഞാൻ പങ്കെടുക്കാറുണ്ട് ഡെയിലി. 2-3 പ്രാവശ്യം എനിക്ക് അതിൻ്റെ പ്രൈസ് കിട്ടാൻ ദൈവം സഹായിച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ക്വിസ് പ്രോഗ്രാമിലേക്ക് വരാൻ ദൈവം സഹായിച്ചത്. ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ ചെങ്ങന്നൂരിൻ്റെ ലാസ്റ്റാണ്. ഒരു പാലം കഴിഞ്ഞാൽ അച്ചൻകോവിലാറ് പൊറ്റമേൽക്കടവ്, അത് കഴിഞ്ഞാൽ മാവേലിക്കരയാണ്. സോ ഞങ്ങൾ മാവേലിക്കരക്കാരെന്നാണ് എല്ലാവരോടും പറയുന്നത്. പക്ഷെ ഞങ്ങൾ ഒറിജിനലി ചെങ്ങന്നൂരാണ് താലൂക്ക്. അവിടെ വഴിവാടിയിലെ വഴിവാടി IPC എബനേസർ ചർച്ചിലെ മെമ്പറാണ്. ഞാൻ സ്റ്റാഫ് നേഴ്സായിരുന്നു. ഞാൻ പഠിച്ചത് പുഷ്പഗിരിയിൽ, ജോലി ചെയ്തത് മസ്കറ്റിൽ. 24 ഇയേഴ്സ് അവിടെ വർക്ക് ചെയ്തു. ഇപ്പം കുട്ടികളൊക്കെ ജോലിയായപ്പോൾ ഞാൻ റിട്ടയർഡായി. വീട്ടിൽ ഞാനും ഹസ്ബൻഡും. കർത്താവിൻ്റെ വേലയിൽ എന്തെങ്കിലും ലേഡീസ് മീറ്റിംഗ്, അങ്ങനെ ഞങ്ങൾ എല്ലാ മീറ്റിങ്ങിലും സഭയുടെ തലത്തിൽ മാത്രം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. മൂത്ത മോള് ഫാമിലിയായിട്ട് UK-യിലാണ്, മോന് UK-യിലുണ്ട്, മോള്
കാനഡയിൽ. സോ ഞങ്ങൾ ഇവരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് കാനഡയിൽ എവിടെയാണ്? കാനഡ ടൊറന്റോയിൽ. ഞാൻ ടൊറന്റോയിൽ പോകുന്ന വ്യക്തിയാണ്. ഈ സുഹൃത്ത് ടൊറന്റോയിലുണ്ട് പ്രോപ്പറായിട്ട്. ടൊറന്റോയിൽ നമ്മുടെ ചർച്ചുണ്ട്, സ്വന്തം ചർച്ച്. ഓക്കെ, ഞാൻ പറയാം, മോളോട് പറയാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അങ്ങനെ ഇരിക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. കോമ്പറ്റീഷനിൽ ആദ്യമായിട്ടാണോ പങ്കെടുക്കുന്നത്? ഇവിടത്തെ ആദ്യമായിട്ടാണ്. അല്ലാതെ ഞങ്ങൾ ചർച്ചിന്റെ വകയായിട്ടൊക്കെ പോകാറുണ്ട്. അല്ല, ഒരു ഇതുപോലെയുള്ളൊരു പൊതു ഇല്ല, ആദ്യമായിട്ട് ഉണ്ടായത് ഞങ്ങളുടെ ചർച്ചിന്റെ വകയായിട്ട് നടക്കുന്നത്. ഇന്ത്യ ചേർച്ച് നിങ്ങളുടെ തന്നെ? ഞങ്ങളുടെ ഇന്റേണൽ ആയിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഹാവ് എ നൈസ് ടൈം. പറഞ്ഞാട്ടെ ബേബി ഡി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ബേബി ഡി എന്നാണ്. ഞാൻ പാപ്പനങ്കോട് നിന്നാണ് വരുന്നത്. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ എനിക്ക് ദൈവം കൃപ തന്ന് മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിഞ്ഞത്. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. ഇനിയും വീണ്ടും വരുന്നതിന് എൻ്റെ മറ്റുള്ള സ്റ്റേജുകളിൽ വരുവാനും ദൈവം കൃപ തരാൻ വേണ്ടി എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ സൺഡേ സ്കൂളിനെല്ലാം വളർന്നു വന്നതാണ്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷവും വന്നു. പക്ഷേ എൻ്റെ ഭർത്താവ് പള്ളിയായിട്ട് വരില്ല. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കൾ. ഭർത്താവ് ഇപ്പോഴും പള്ളി വരുന്നില്ല. പള്ളിയിൽ പ്രാർത്ഥിക്കും, പിന്നെ പള്ളിയിലൊന്നും വരില്ല. വിശ്വാസിയാണ്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ പള്ളി പള്ളിയിലൊന്നും വരുന്നില്ല. ആർസിയിലായിരുന്നു എൻ്റെ ഭർത്താവ്. അവിടെ നിന്ന് എന്നെ CSIയിൽ വെച്ചാണ് കല്യാണം കഴിച്ചത്. അതിനുശേഷം അല്ലെങ്കിലും ആദ്യം പോകില്ലായിരുന്നു. അവിടെ നിന്ന് ലെറ്റർ ഒന്നും കിട്ടിയില്ലായിരുന്നു. വന്നു അപ്പം നമ്മൾ CSIയിൽ ഞാൻ പോകും, എന്നെ വിടും. ആദ്യമൊന്നും വിടില്ലായിരുന്നു. പിന്നെ എൻ്റെ പ്രാർത്ഥനയും ദൈവം കടാക്ഷിച്ച് എന്നെ വിടും, ഞാൻ പോകും. പിന്നെ നമ്മളെ പള്ളിയിലുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ സ്ത്രീ ജനസഖ്യത്തിനൊക്കെ പോകും. അപ്പോൾ പിന്നെ ഡിസ്ട്രിക്റ്റിലുള്ള മത്സരത്തിനും ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. 1 വസ്തുവോ 2 വസ്തുവോ ഒക്കെയാണ് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ. ഇതേപോലെ ഓൾറൗണ്ട് ചോദ്യമല്ല. അങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനും എൻ്റെ ഭർത്താവ് മാത്രമാണ് ആ വീട്ടിലുള്ളത്. പിന്നെ ഒറ്റയ്ക്ക് തന്നെ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഒരു പ്രയർ സെല്ല് നടത്തുന്നുണ്ട്. സ്വന്തമായിട്ടല്ല, ഗ്രേസ് മിനിസ്ട്രിയുടെ കീഴിലാണ്. ഗ്രേസ് മിനിസ്ട്രീസ് എല്ലാവരും കൂടെ ചേർന്ന് സ്വതന്ത്രമാണ്. അവിടെയുള്ള ഒരു ചൊവ്വാഴ്ച 11:30 മണി തൊട്ട് 1 മണി വരെ ഞങ്ങൾ 5-6 പെണ്ണുങ്ങൾ കൂടിയിരുന്ന് എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയും സഭകൾക്ക് വേണ്ടിയും സംഘടന ഇതുപോലെ പ്രവർത്തിക്കുന്ന ദേവദാസന്മാർക്ക് വേണ്ടിയെല്ലാം സ്ത്രീകളുടെ ശുശ്രൂഷ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ സൺഡേ സ്കൂളിലൊക്കെ പോകും. നേരത്തെ ജോലി വല്ലതും ചെയ്യുന്നുണ്ടായിരുന്നോ? എനിക്കിപ്പോൾ ഒരു 16 വർഷം ഗവൺമെൻറ് പ്രസ്സിൽ ബൈൻഡറായിട്ട് ജോലി ഉണ്ടായിരുന്നു. 16 വർഷം. പിന്നെ കഥകൾ ഒരുപാടുണ്ട്. എന്നാലും എന്നെ ദൈവത്തിൽ നടത്തുന്നു. ഇത് വിളിച്ചപ്പോഴും ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ന്യൂമോണിയ വന്ന് കൂടുതലായിട്ട് കിടക്കായിരുന്നു. ഇപ്പോഴും അതിൻ്റെ കംപ്ലീറ്റ് തീർന്നില്ല. എന്നാലും ദൈവം എന്നെ നടത്തി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേര് ഡാനിയൽ സാമാണ്. ഞാൻ വെമ്പായത്തു നിന്നാണ് വരുന്നത്. വെമ്പായം പെരപ്പഴങ്കോട് നിന്നാണ് വരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ശാലം റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ നിന്ന് പറയുന്നത്, പാലക്കാടാണ് പഠിക്കുന്നത്. ഈ ക്വിസ് കോമ്പറ്റീഷൻ ഞാൻ എൻ്റെ അമ്മ ഇവിടെ ഇത് കേൾക്കുമായിരുന്നു. അത് മാത്രമേ ഞാൻ അറിഞ്ഞത്. എൻ്റെ അമ്മ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഇതിൽ വന്നു. എന്നെ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ തിരഞ്ഞെടുത്ത് സന്തോഷമുണ്ട്. ഇനി അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതായി പ്രതീക്ഷയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. എൻ്റെ ഫാദർ ദേവാലയ ചെയ്യുന്നു. മദർ നേഴ്സാണ്. അമ്മ കിംസിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ 10th-ലാണ് ഇപ്പോൾ. 10th-ലാണ് പഠിക്കുന്നത്. 10th തുടങ്ങിയതേ ഉള്ളൂ. ഞാൻ സൺഡേ സ്കൂളിലൊക്കെ കൊച്ചു അതിൽ മുതലേ പഠിച്ച് ബൈബിൾ ക്വിസിലെ കുറേ ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ബൈബിളൊക്കെ 2 പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. വായിച്ചു? 2 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ. എന്താ ലൈഫിലെ അംബിഷൻ എന്താണ്? പൈലറ്റ് ആവാനാണ്. എന്തോ? പൈലറ്റ് ആകണം. നല്ലൊരു അംബിഷനാണ് തീർച്ചയായിട്ടും. യെസ്, വെരി ഗുഡ്. ഓക്കെ. ഇങ്ങനെ കോമ്പറ്റീഷൻസിനൊക്കെ പോകാറുണ്ടല്ലേ? ചർച്ചിനകത്ത് ഇങ്ങനെ ക്വിസ് കോമ്പറ്റീഷനും അതുപോലെയൊക്കെ. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പുതിയ അനുഭവമായിരിക്കും. ഈ നമ്മുടേതായിട്ടുള്ള ബൈബിൾ ക്രൗൺ 26 മെഗാ ബൈബിൾ ക്വിസിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി താങ്കളാണ്. കാരണം ഞങ്ങൾക്ക് എല്ലാവരെയും പ്രായം കൂടിയവരുണ്ട്. 15-നും 82-നും ഇടയ്ക്ക് പ്രായമുള്ള 80 മത്സരാർത്ഥികളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. Am I right? അതെ, തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മൾ അവസരം കൊടുക്കുകയാണ്. മോനൊരു അവസരം തന്നതാണ്. കാരണം ഇങ്ങനെയുള്ള പരിശീലനങ്ങളാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഓൾറൈറ്റ്. സോ ഓൾ ദ ബെസ്റ്റ്. ഭയപ്പെട്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ലളിതമായ 2 പ്രാവശ്യം ബൈബിൾ വായിച്ചവർക്ക് തീർച്ചയായിട്ടും വളരെ ലളിതമായിട്ട് ഉത്തരം പറയാവുന്ന ചോദ്യങ്ങളേ ഉള്ളൂ. യെസ് സിസ്റ്റർ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് വിക്ടോറിയ.
ഞാൻ പാപ്പനംകോട് CSI ചർച്ചിലാണ് പോകുന്നത്. എൻ്റെ വീട് സത്യനഗറിലാണ്. അപ്പോൾ എനിക്ക് ഈ ക്വിസ് കോമ്പറ്റീഷനിൽ കടന്നു വരണമെന്ന് കുറച്ച് വർഷങ്ങളായി ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഒരു ആൻറ്റിയുടെ മുഖാന്തരം ഞാനിങ്ങനെ അറിഞ്ഞു. അങ്ങനെ എനിക്കിന്ന് ഈ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ സെൻറ്ററിൽ കടന്നു വരുവാൻ ഈ ക്വിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുവാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ സ്ത്രീയൻ സംഘടനയുടെയും സൺഡേ സ്കൂളിൻ്റെയും ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ട്. ചർച്ചിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. പ്രവർത്തിക്കുന്നുണ്ട്. ഭർത്താവ് ഇല്ല, മാരീഡ് അല്ല. മാരീഡ് അല്ല, സോറി, കേൾക്കാൻ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ ഈ പ്രവർത്തനങ്ങളൊക്കെ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കും അല്ലേ? അധ്യാപികയാണ്. അതെ. പിന്നെ ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ പോകാറുണ്ട്. മത്സരം, അതായത് നിങ്ങളുടെ CSIയിൽ ഒരുപാട് ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സൺഡേ സ്കൂളിന്റെ തന്നെ ബിബ്ലിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മഹായിടവ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 2ാം സ്ഥാനം കിട്ടിയായിരുന്നു. അത് നല്ലൊരു അനുഭവമാണ്. പിന്നെ സൺഡേ സ്കൂൾ അല്ലാതെ കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ മഹായിടവ വരെ എത്തിയിട്ടുണ്ട്. മഹായിടവക വരെ ചെന്നിട്ടുണ്ട്. മഹായിടവക എന്ന് പറയുമ്പോൾ 32 ചർച്ചസ് ആണോ അതോ അതിൽ കൂടുതലാണോ? 600-ൽ കൂടുതലുണ്ട് ചർച്ചസോ? ഓ, നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സൗത്ത് കേരള ഡയസസ് അല്ലേ? ഓക്കെ. സന്തോഷം. അങ്ങനെയുള്ള കോമ്പറ്റീഷനൊക്കെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ അവസരം ലഭിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതിൻ്റെ ഘടനയെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 4 റൗണ്ടാണ് ഇവിടെ ഉള്ളത്. ഓരോ റൗണ്ട്, ആദ്യത്തെ റൗണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് റൗണ്ടാണ്, പഴയ നിയമത്തിലെ ഓരോ ചോദ്യം, അത് 1ാമത്തെ റൗണ്ടാണ്. 2ാമത്തെ റൗണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ് റൗണ്ട്, പുതിയ നിയമത്തിലെ ഒരു ചോദ്യം. 3ാമതായിട്ട് ടെസ്റ്റിമണി റൗണ്ട്, നമ്മുടെ സാക്ഷ്യത്തിൻ്റെ റൗണ്ടാണ്. അത് ഒരു വ്യക്തിപരമായ കാര്യമാണ്, അത് നമ്മുടെ ബൈബിൾ സംബന്ധമായിട്ടുള്ള കാര്യമല്ല, കർത്താവിൻ്റെ സാക്ഷ്യമാണ്. അതായത് ദൈവം എങ്ങനെ നമുക്ക് അനുഭവമാകുന്നു, നമ്മളെങ്ങനെ അനുഭവപ്പെട്ടു, എങ്ങനെയാണ് കർത്താവിനെ രുചിച്ചറിഞ്ഞത്, സാക്ഷ്യത്തെക്കുറിച്ച് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനം അങ്ങനെ വിവരിക്കാനുള്ള സമയമാണ്. 5 മിനിറ്റ് സമയമാണ് തന്നിരിക്കുന്നത്. അതിനോടൊപ്പം നിങ്ങളുടെ സാക്ഷ്യം തീരുന്നെങ്കിൽ പ്ലസ് 1 മിനിറ്റോടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഏറ്റവും അവസാനത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ റാപ്പിഡ് റീഡിങ് റൗണ്ടാണ്. റാപ്പിഡ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബൈബിളിൻ്റെ വേദഭാഗം തരും. അത് ആരാണ് ആദ്യമേ വായിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കായിരിക്കും അതിൻ്റെ സമ്മാനം ലഭിക്കുക. 4 വായനകളുണ്ട്. അതിൽ നിന്ന് മാർക്ക്, ഒരു വായനയ്ക്ക് 2 മാർക്ക് വീതമാണ്. അപ്പോൾ അതാണ്. ബാക്കി എല്ലാ റൗണ്ടിനും 5 മാർക്കാണ്. ഈ ബൈബിൾ എടുത്ത് സെലക്ട് ചെയ്ത് വായിക്കുന്നതിന് 2 മാർക്കാണ് വെച്ചിരിക്കുന്നത്. ഓൾറൈറ്റ്. ഇനിയും അവസാനമായിട്ട് ഒരു ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. റൗണ്ടിന് ഫസ്റ്റ് പ്രൈസേ ഉള്ളൂ. പക്ഷേ എല്ലാ മത്സരാർത്ഥികളും ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. ഫസ്റ്റും സെക്കൻഡുമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. അടുത്ത സ്റ്റേജ് ജോഷുവ സ്റ്റേജാണ്. അപ്പോൾ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേര് ജോഷുവ സ്റ്റേജിലേക്ക് പോകും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്സ്. ഓൾറൈറ്റ്. ഇനി ഫസ്റ്റും സെക്കൻഡിനെ നിർണ്ണയിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ എൻ്റെ മറ്റൊരു കാര്യമുണ്ട്, ബൈബിൾ ബോംബ്. അപ്പോൾ ഈ ബോംബിട്ട് ഒരാളെ മാറ്റിയിട്ട് മറ്റൊരാളെ തിരഞ്ഞെടുക്കും. ഓൾറൈറ്റ്. അപ്പോൾ ബൈബിൾ ബോംബിന് പറഞ്ഞാൽ മത്സരാർത്ഥി 2 പേരെ കാണും, അവർ തമ്മിലാണ് ഒരാളെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അത്യാവശ്യ സന്ദർഭത്തിൽ ഉപയോഗിക്കാനായിട്ട് ഇത് കൂടെ കൊണ്ടു നടക്കുകയാണ്. കാരണം 2 പേരെ തിരഞ്ഞെടുത്താലേ അവിടെ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ സാധ്യമാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാവുന്ന ചോദ്യം ചോദിക്കുമ്പോൾ ശരിയായ ഉത്തരമാണെങ്കിൽ 5 മാർക്ക് ലഭിക്കും. ഉത്തരം അറിഞ്ഞുകൂടായെങ്കിൽ പാസ് എന്ന് പറയാം. ഓൾറൈറ്റ്. അപ്പോൾ ഇത് അടുത്ത ആൾക്ക് ആ ചോദ്യം പോകും. പക്ഷേ അടുത്ത ആൾ ചോദ്യം മറുപടി ഉത്തരം പറയുമ്പോൾ 4 മാർക്കേ ലഭിക്കുകയുള്ളൂ ശരിയാണെങ്കിൽ. ഇനി നമ്മൾ തെറ്റായിട്ടാണ് പറയുന്നതെങ്കിൽ നമുക്ക് -2 മാർക്ക്, 2 മാർക്ക് മൈനസ് മാർക്സ്. അത് അടുത്ത ആൾ പറയുമ്പോൾ അവർക്ക് 4 മാർക്ക് തന്നെ ലഭിക്കും ശരിയായ ഉത്തരത്തിന്. ഓക്കെ. അറിഞ്ഞില്ല വയ്യെങ്കിൽ നമുക്ക് പറയാതിരുന്നാൽ മതി, അതിന് നെഗറ്റീവ് മാർക്സ് ഇല്ല. പക്ഷേ നമ്മളിങ്ങനെ ഊഹാപോഹം വെച്ചിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതിനുടനെ മൈനസ് മാർക്ക് പറയുന്നത് വരും. അപ്പോൾ 4 പേരും അതിനെ മറുപടി നൽകുന്നില്ലെങ്കിൽ അവസാനം ഞാൻ ആ മാർക്കിങ് എടുക്കും, എൻ്റെ സ്വന്തമായിട്ട് 4 മാർക്ക്. ഓൾറൈറ്റ്. മൈനസ് മാർക്ക് എത്രയാണ്? മൈനസ് മാർക്ക് 2 മാർക്ക്. കാരണം എന്ന് പറഞ്ഞാൽ അതൊരു മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ ഒരുപാട് ആൻസറൊക്കെ വരും, വായി തോന്നുന്നൊക്കെ ആൻസറായിട്ട് വിളിച്ചു പറഞ്ഞാൽ അതിനൊന്നും സമയം കളയാനില്ല. അതുകൊണ്ട് ഏറ്റവും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ബോധ്യമായ ആൻസർ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുവേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. യെസ്. ആദ്യത്തെ ചോദ്യം മിസ്സസ് ശാന്തമ്മ തോമസിനോടാണ്. സകലത്തിൻ്റെയും ദശാംശം ആദ്യമായി നൽകിയെന്ന് തിരുവചനം രേഖപ്പെടുത്തുന്ന വ്യക്തി ആര്? അബ്രഹാം. അബ്രഹാം. ഉത്തരം വളരെ ശരിയാണ്. മിസ്സസ് ശാന്തമ്മ തോമസിന് 5 മാർക്ക് ലഭിക്കുന്നു, 5 മാർക്സ്.
ഓൾറൈറ്റ്. രണ്ടാമത്തെ ചോദ്യം ബേബി ഡിയോടാണ്. ദാവീദിന്റെ ഭാര്യയായി തീർന്ന അബീഗയിലിന്റെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു? നാബാൽ. ഓൾറൈറ്റ്. ഉത്തരം വളരെ ശരിയാണ്. 5 marks for baby D. This is Daniel. ഓൾറൈറ്റ്. റെഡിയാണോ? സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് യഹോവയുടെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകൻ ആര്? ഉത്തരത്തിൽ അറിയാമെങ്കിൽ പാസ് എന്ന് പറഞ്ഞാൽ മതി. അടുത്ത പാസ്. യെസ് വിക്ടോറിയ. പാസ്. യെസ് ഷാദവ. പാസ്. ബേബി. എന്തോ സംശയം ഉണ്ടെങ്കിൽ -2 തെറ്റക്ക്, ശരിയാണെങ്കിൽ 4 മാർക്ക് കിട്ടും. ഒരു ചോയ്സ് എടുക്കുക. പറയത്തില്ല, ഞാൻ അതിനെക്കുറിച്ചൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. സൈന്യത്താലല്ല ശക്തിയാലുമല്ല ആത്മാവിനാൽ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നാം ജയം നേടിടും. ആത്മാവിനാൽ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നാം ജയം നേടിടും. മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. കൃപ കൃപയെന്നാർപ്പോടെ ദൈവജനം മുന്നേറിടും. കൃപ കൃപയെന്നാർപ്പോടെ ദൈവജനം മുന്നേറിടും. സക്രിയ 4-ാം അധ്യായം 6-ാം വാക്യമാണ്. അതെ, ഇത് ഞാൻ ഇതിനെ ആസ്പദമാക്കി ഞാൻ എഴുതിയ പാട്ടാണ്. അപ്പോൾ 4-ാമത്തെ ചോദ്യമാണ് വിക്ടോറിയയുടെ ആണ് അല്ലേ? റൈറ്റ്. നമ്മുടെ വീടിൻ്റെ ഉത്തരം ദേവദാരു കൊണ്ടും കഴുക്കോൽ സരളവൃക്ഷ കൊണ്ടും ഉള്ളവയാകുന്നു എന്ന് പറഞ്ഞത് ആര്? ശലോമോൻ. ഉത്തരം വളരെ തെറ്റാണ്. -2 മാർക്സ് ഫോർ വിക്ടോറിയ. പാസ്. ദാവീദ്. അപ്പം -2. മോനെ പാസ്. ശൂലേംകാരി. അടുത്ത് വന്നു. ശൂലേംകാരിയെ മനസ്സിലായോ? ഉത്തമഗീതം 1-ാം അധ്യായം 17-ാം വാക്യം. ഓൾ റൈറ്റ്, വായിച്ചിട്ടുണ്ടോ? മനസ്സിലായോ? ഓൾ റൈറ്റ്. സോ അതോടെ നമ്മുടെ ഓൾഡ് ടെസ്റ്റ്മെന്റ് റൗണ്ട് പൂർണ്ണമാകുന്നു. അടുത്തതായിട്ട് നാം ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം വിക്ടോറിയയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓക്കെ, ടെൻസ് ആകണ്ട, ബി ഈസി. ഓൾ റൈറ്റ്. ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുൻപേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് യേശു ആരോടാണ് അരുളി ചെയ്തത്? -2 മാർക്സ് ഫോർ വിക്ടോറിയ. അടുത്തത് ശാരദ തോമസിന്റെ ചാൻസ് ആണ്. പാസ്. ബേബി. പാസ്. ഡാനിയൽ സാം. പാസ്. സോ മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടുമാണ് യേശു അങ്ങനെ അരുളിച്ചത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഇത് കാണുവാൻ കഴിയും. ഓൾറൈറ്റ്. യെസ്. രണ്ടാമത്തെ ചോദ്യം ഡാനിയൽ സാമിനോടാണ്. ആർ യു റെഡി? യെസ്. ഓൾറൈറ്റ്. കർത്താവ് ക്രൂശിൽ കിടക്കുമ്പോൾ അരുളി ചെയ്ത 3-ാമത്തെ മൊഴി എന്താണ്? നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. എക്സാക്ട്ലി. നീ ഇന്ന് എന്നോട് കൂടി പറുദീസയിലിരിക്കുമ്പോൾ ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. എക്സാക്ട്ലി. ഡാനിയൽ സാബ് ഗെറ്റ്സ് 5 മാർക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. റൈറ്റ്. ബേബിയുടെ അടുത്ത ചോദ്യം. 4 സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു പ്രവർത്തിച്ച അത്ഭുതം.
അഞ്ചപ്പവും 2 മീനും കൊണ്ട് വെരി ഗുഡ്. ഒരേ അത്ഭുതമേ ഉള്ളൂ. ഓൾറൈറ്റ്, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർക്ക് യേശു ഭക്ഷണം നൽകിയ ബേബി ഡി ഗെറ്റ്സ് 5 മാർക്സ്. ഓൾറൈറ്റ്. ഓക്കെ, അവസാനത്തെ ചോദ്യം ശാന്തമ തോമസിനോടാണ്. തലീത്ത കൂബി എന്ന യേശു ഒരു പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ച് അരുളി ചെയ്ത വാക്കുകളുടെ അർത്ഥം എന്താണ്? എഴുന്നേൽക്കുക. തബീത കൂമി മരിച്ച ആളെ എഴുന്നേൽക്കാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചത് തലീത്ത കൂബി എന്ന വാക്കുകളുടെ അർത്ഥം എന്താണെന്നാണ്. മരണത്തിൽ നിന്നും എഴുന്നേറ്റ് വരിക. It's not the right answer. -2 marks. So Shantama Thomas, what about you, Victoria? വാലെ എഴുന്നേൽക്കാം. Exactly. ബാലിയെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. മരണത്തിൽ നിന്ന് എഴുന്നേക്കാൻ അല്ല, തെറ്റിപ്പോയി. എഴുന്നേക്കാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷേ അത് മാർഗം പറ്റൂ. ഓൾറൈറ്റ്, വിക്ടോറിയയ്ക്ക് 4 മാർക്ക്. അതായത് ആരാമ്യ ഭാഷയിൽ എബ്രായ ഭാഷ മിക്സിലുള്ള വാക്കാണ് തലീത്താക്യൂമി. ബാലിക എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അതാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ന്യൂ ടെസ്റ്റ്മെന്റ് റൗണ്ടും ഇവിടെ പൂർണ്ണമാവുകയാണ്. I am very happy to be here in this word to world where Bible history, human history is depicted in a very systematic and thematic way. I have seen various museums in the world. This has its own inspiration and message. As such, we know for certain that human history is the basis in which God revealed Himself. And that is what Mr. Matthew Verghese has tried to do here. I am very much inspired and touched by the zeal and dedication he has shown to the Word of God. Various things that I have seen, they are very unique, historical as well as inspirational. I would say it is one man's vision which is being translated into a wonderful museum which certainly will touch the hearts of many with a deep message of love. Museum of the Word, PB number 4, Vembayam PU, Thiruvananthapuram. Phone 9495 998555. അടുത്തതായിട്ട് സാക്ഷ്യ റൗണ്ടാണ്. ഇത് സംപ്രേഷണം ചെയ്യും. അപ്പോൾ മറ്റുള്ളവരാരും ഇത് കേൾക്കേണ്ട, എൻ്റെ സാക്ഷ്യം അറിയണ്ട എന്നുള്ളവർ അത് പറയേണ്ടാത്ത കാര്യം അത് പറയണ്ട, അത്രമാത്രം. കർത്താവ് നല്ലവനും വല്ലവനായിരുന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വാചകത്തിൽ തീർക്കാം. നമ്മുടെ സ്വന്തം അനുഭവം ലോകം അറിയണം, അതിലൂടെ അനേകർ കർത്താവിനെ കണ്ടെത്താനുള്ള ഒരു മുഖാന്തരമായി തീരണം എന്നാഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ സാക്ഷ്യം പറയാം. ഓൾറൈറ്റ്, 5 മിനിറ്റാണ്. പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അത് കൂടിപ്പോയാലും സാക്ഷ്യമാണ്, അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള വിലക്കുമില്ല. 1 മിനിറ്റൂടെ കൂടുതൽ തരും. ഓക്കെ, പ്ലീസ് വിൽ സ്റ്റാർട്ട് വിത്ത് ശാന്തമ തോമസ്. എൻ്റെ സാക്ഷ്യം ചെറുതായിട്ട് പറയാം. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിൽ ഇരട്ടയായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞങ്ങൾ കത്തോലിക്ക പാരമ്പര്യമാണെങ്കിലും പേരൻസ് ഓർത്തഡോക്സ് ആയിരുന്നു. പക്ഷേ ഞങ്ങൾ റീത്തിലായിരുന്നു ജനിച്ചു വളർന്നത്. അങ്ങനെ 18ാമത്തെ വയസ്സിൽ പുഷ്പഗിരി നഴ്സിങ്ങിന് വിട്ടു. അവിടുന്ന് 25ാമത്തെ വയസ്സിൽ മസ്കറ്റിൽ പോയി. വളരെ ആഡംബരമായ ജീവിതമായിരുന്നു ഞങ്ങൾക്ക് നയിച്ചുകൊണ്ടിരുന്നത്. കാരണം ലോകവുമായിട്ട് ദൈവവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിൽ നയിച്ചു പോയിരുന്നു. അവിടെ നിന്ന് വിവാഹമൊക്കെ കഴിഞ്ഞ് 35 വയസ്സായപ്പോഴത്തേനും 3 കുഞ്ഞുങ്ങളായി. അത് കഴിഞ്ഞാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരവും പ്രയാസവും ഒക്കെ അറിയുന്നത്. എൻ്റെ ഭർത്താവ് വലിയൊരു മദ്യപാനിയായി മാറി.
3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. അവിടുന്ന് ഞാൻ തന്നെ റിസൈൻ ചെയ്തിരിക്കും പോരുന്നു. റിസൈൻ ചെയ്ത് പോരുമ്പോൾ എൻ്റെ കയ്യിൽ അധികം പൈസയൊന്നും ഇല്ല. എന്നാലും ഉള്ള പൈസയും കൊണ്ട് ഒരു ചെറിയ വീട് വെച്ചു. അന്ന് ഞങ്ങൾക്ക് ബോംബെയിൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് തനിയെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു. അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് ജീവിക്കുമ്പോൾ അമ്മച്ചി ഓൾറെഡി ബന്ധിക്കോസിലായിരുന്നു ഒരു 83-ലൊക്കെ. സോ അമ്മച്ചിയോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ രാവിലെ കത്തോലിക്ക പള്ളിയിൽ പോവും. തിരിച്ച് ഞാൻ വന്നതിന് ശേഷം അമ്മച്ചി ബന്ധിക്കോസിൽ പോകും. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്, നീ അമ്മയുടെ കൂടെ ആരാധനയ്ക്ക് കടന്നു പോകണമെന്ന്. എനിക്കതെന്താണെന്നും മനസ്സിലായില്ല. വീണ്ടും ഞാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നു. വീണ്ടും അതേ ശബ്ദം തന്നെ എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കണ്ടിട്ട് പറഞ്ഞു, അമ്മച്ചി ഞാനും കൂടെ അമ്മച്ചിയുടെ കൂടെ ചർച്ച് വരുവാന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചർച്ചിൽ ആദ്യമായിട്ടൊരു ബെന്തിക്കോസ് ആരാധനയ്ക്ക് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയാണ്. ഒരു പ്രവാചകനുണ്ടായിരുന്നു അവിടെ. അദ്ദേഹം, ഞാൻ അമ്മച്ചിയുടെ പുറകെ പാത്തിരിക്കുക. അന്നേരം ആ പ്രവാചകൻ വന്ന് എൻ്റെ തലയെ കൈവച്ചിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ മസ്കറ്റ് വരെ എത്തിയതും അവിടെ വെച്ച് നടന്ന സംഭവങ്ങളും എല്ലാം വിവരിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അതേ ഹോസ്പിറ്റലിൽ തന്നെ നീ വീണ്ടും തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ലെന്നും പറയുന്നു. അപ്പം വീട്ടിൽ വന്നപ്പോൾ അമ്മച്ചി ചോദിച്ചു, പറഞ്ഞൊക്കെ സത്യമാണ്? ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, പ്രവാചകൻ ഒരിക്കലും കള്ളം പറയില്ല, നിൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അന്ന് എന്നോട് ഈ പ്രവാചകൻ പറഞ്ഞു, നീ ദൈവ ശബ്ദം കേട്ടിറങ്ങിയതാ, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെയും ദൈവകൃപയിൽ ആ ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകാനും എല്ലാം ദൈവം സഹായിച്ചു. എനിക്ക് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ എന്നോട് പറഞ്ഞതല്ലേ എന്നെ വിടുവിക്കാമെന്ന്. ആ നിമിഷം ദൈവം ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ച ഒരുപാട് ജീവിത സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം ഉണ്ട്. 3 കുഞ്ഞുങ്ങളുണ്ട്. പൈസ ഇല്ല. ഹസ്ബൻഡിന് കിട്ടുന്ന തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അദ്ദേഹം മസ്കറ്റ് തന്നെയായിരുന്നു. എന്നാലും 3 കുഞ്ഞുങ്ങളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം. പക്ഷേ എൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരു മീഡിയം സ്കൂളിലൊക്കെ പഠിപ്പിച്ചു. എന്നാലും എൻ്റെ ആഗ്രഹം ദൈവമേ അവരെ നല്ല സ്കൂളിൽ ബിഷമൂർ വിദ്യാപീഠം നല്ലൊരു സ്കൂൾ അറിയാം, അവിടെ തന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു 9 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും മസ്കറ്റിലേക്ക് തന്നെ തിരിച്ചു പോകാൻ ഒരു ചാൻസ് കിട്ടി. അതിന് മുന്നേ സൗദിക്ക് പോകാൻ ഞാൻ ഒരുങ്ങി. പക്ഷേ ദൈവം എന്നെ വിട്ടില്ല. കാരണം എൻ്റെ പാസ്പോർട്ടും കുറേ പൈസ ഒക്കെ നഷ്ടപ്പെട്ടു. മസ്കറ്റിൽ ചെന്ന് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതണമെങ്കിൽ അവിടെ 2 ചാൻസേ ഉള്ളൂ. സോ ഞാൻ 2 ചാൻസും എഴുതി ഫെയിലായി. എങ്ങനെയാണ് ഫെയിലാകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ബാച്ചിലെ ഫസ്റ്റ് റാങ്ക് ഞാനായിരുന്നു. പക്ഷേ എവിടെ ചെന്നാലും എനിക്കെല്ലാം അറിയാം. പക്ഷേ റിസൾട്ട് വരുമ്പം അങ്ങനെ ഞാൻ ദൈവസന്നിധി ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാവശ്യം ദൈവവചനം മുഴുവൻ വായിച്ചു. വീണ്ടും ഇരുന്ന് വായിക്കുമ്പം 100-ാം സങ്കീർത്തനം, അതിനകത്ത് 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാവുന്നു, അവൻ്റെ ജഡവും അവൻ്റെ കൈക്കലെ ആടുകളുമാവുന്നു. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ പരീക്ഷയ്ക്ക് പോവുക. അപ്പം ദൈവം പറഞ്ഞു, പൊയ്ക്കോ, ഞാൻ നിൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാമത്തെ റൗണ്ടിന് ഞാൻ MOHൻ്റെ ഹെഡ് ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നോ മോർ ചാൻസ്. അങ്ങനെ ഞങ്ങൾ ഇവരിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ മീൻസ് ഓൾ ഓവർ വന്നു. എന്താ ഇവിടെ ഒരു പ്രശ്നം ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു 3-ാമത് ചാൻസും കൂടെ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എഴുതിക്കോളാൻ പറഞ്ഞു. ആ പ്രാവശ്യം എഴുതി എനിക്ക് സെലക്ഷൻ കിട്ടി. വീണ്ടും ഒരു 12 വർഷം കൂടെ അവിടെ ജോലി ചെയ്യുവാൻ ദൈവം സഹായിച്ചു. ഞാൻ പറഞ്ഞത് അന്നേരപ്പോഴും ഞാൻ ദൈവത്തോട് പറയുന്നത്, ദൈവമേ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ എന്നെ വിടുവിക്കാമെന്ന്. അങ്ങനെ ദൈവം ഇറങ്ങി വന്ന് വിടുവിച്ച് ഇതുവരെയും എന്നെ ദൈവം പരിപാലിച്ചു. അതുപോലെ തന്നെ എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഞങ്ങൾ 7 സഹോദരങ്ങളും കത്തോലിക്ക തന്നെയാണ്. അന്നേരം എൻ്റെ ആങ്ങളെ വന്നിട്ട് അച്ഛൻ്റെ അടുത്തൊക്കെ കല്ലറയൊക്കെ ഒരുക്കി. അപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ ഡെഡ് ബോഡിക്ക് വേണ്ടി ഒന്നും ഫൈറ്റ് ചെയ്യാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അടക്കാൻ എല്ലാം റെഡിയായി. മരിച്ച ദിവസം എന്ന് പറഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ നശിപ്പിച്ചതിൻ്റെ 9-ാം പൊക്കം സെപ്റ്റംബർ 20-നാണ് അമ്മച്ചി മരിക്കുന്നത്. ആർക്കും വരാൻ പറ്റത്തില്ല, അവരൊക്കെ വിദേശത്താണ്, ജർമ്മനിയിലൊക്കെയാണ്. അന്നേരം അവർ പറഞ്ഞു അമ്മയുടെ ഇഷ്ടം പോലെ ശാന്തമ്മ നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയുടെ അടക്കം ബെന്തിക്കോസിൽ തന്നെ നടക്കുവാൻ ദൈവം സഹായിച്ചു. അമ്മയുടെ ആംഗ്ലമാർ 2 പേരും മൽപ്പാന്മാരുണ്ട്. അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ശാന്തമ്മയുടെ ഇഷ്ടപ്രകാരം നടത്തിക്കോളാം. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ അമ്മയുടെ അടക്കവും നടത്തുവാൻ ദൈവം എന്നെ സഹായിച്ചു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നമ്മളെ വഴിയിട്ടിട്ട് പോകത്തില്ല. അമ്മ ബെന്തിക്കോസിലെടുത്ത തീരുമാനത്തിൽ തന്നെ അടക്കണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിലും ബാധിച്ച് നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും ദൈവം അമ്മച്ചിക്ക് അനുകൂലമായിട്ട് ഇറങ്ങി വന്ന് എന്നെ വിടുവിച്ചു സഹായിച്ചു. ഇപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ കുടുംബമായിട്ട് ഹസ്ബൻഡും ബെന്തിക്കോസിലേക്ക് വന്നു. കുഞ്ഞുങ്ങളും ഞങ്ങൾ സന്തോഷമായിട്ട് ദൈവകൃപയാൽ ജീവിക്കുന്നു. ഈ ദൈവത്തിൽ തന്നെ വിശ്വസിച്ച അന്ത്യം വരെ നിൽപ്പാൻ ഞാൻ ദൈവത്തെ സമർപ്പിക്കുന്നു. വെരി ഗുഡ്. സോ മിസ്സസ് ശാന്തമ്മ തോമസ് gets 3 marks.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ഇവിടെ ഒരു സാക്ഷിയായി നിൽക്കുവാൻ ദൈവം കൃപ തന്നതിനായി കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഇതറിയുമ്പോഴും ഞാൻ ആശുപത്രിയിൽ ആയിരുന്നു. അവിടെ നിന്ന് ദൈവം രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഞാൻ വാക്ക് പറയുകയും ചെയ്തു. എൻ്റെ കൂടെ വന്ന സഹോദരി എനിക്ക് വേണ്ടി എന്നെ പിടിച്ചുകൊണ്ട് വരാൻ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന അതും വലിയൊരു സാക്ഷ്യമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും ഒരുപാട് സാക്ഷ്യം പറയാനുണ്ട് എനിക്ക്. ഞാൻ ചെറും പ്രായത്തിൽ തന്നെ എൻ്റെ അമ്മ ഹിന്ദു പാരമ്പര്യമായിട്ട് വന്നത്, എൻ്റെ അപ്പൻ ക്രിസ്ത്യാനിയായിരുന്നു. ഞങ്ങൾക്കൊരു ബൈബിൾ പോലും ഇല്ല. അപ്പന് മാത്രം ഒരു ബൈബിൾ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊന്നും എടുത്താൽ തരൂല്ല, ചീത്തയാക്കി കളയുന്നു. ഞങ്ങൾ 5 മക്കളാണ്. അപ്പോൾ ഞാൻ സൺഡേ സ്കൂളിൽ നിന്ന് ചെറുപ്പം മുതലേ പോകുമായിരുന്നു. അപ്പൻ്റെ കൂടെ പോകും. അമ്മയും പള്ളിയിൽ വരും, പക്ഷേ വലിയ വിശ്വാസിയൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ നിന്ന് എൻ്റെ സാറൊരു ബൈബിളും എനിക്ക് പിന്നെ വാങ്ങിച്ചു തന്നു ജൂനിയർ ക്ലാസ്സിൽ വെച്ച്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ പരീക്ഷ എഴുതി. മഹായിടവയിൽ പരീക്ഷ എഴുതിയപ്പോൾ എനിക്കൊരു പുതിയ നിയമം കിട്ടി. പിന്നെ സീനിയറിലൊക്കെ വന്നപ്പോൾ എനിക്ക് 4 ബൈബിൾ വാങ്ങിക്കാനുള്ള കൃപ ദൈവം തന്നു. ഒരു ബൈബിളില്ലാതെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം ദൈവം 4 ബൈബിൾ എനിക്ക് മഹായിടവയിൽ പരീക്ഷ എഴുതി തന്നെ വാങ്ങിക്കാൻ ദൈവം കൃപ തന്നു. ആ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. അതേപോലെ എനിക്ക് ഞാൻ സമ്പന്നനയൊന്നും അല്ല. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പം പറഞ്ഞ് പിന്നെ വ്യാസത്തെ തോക്കാതെ പഠിച്ചാൽ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ് വരെയും തോക്കാതെ പഠിച്ച് 10ൽ വന്നപ്പോഴും ഞാൻ തോറ്റു. എനിക്ക് മലയാളം പുസ്തകം ഇംഗ്ലീഷ് പുസ്തകമൊന്നും ഇല്ലായിരുന്നു. കീറി പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ആയിരുന്നു വായിച്ചത്. അതുകൊണ്ട് ആ വിഷയങ്ങൾക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പഠിക്കാതെ ഞാനിരുന്നു. അപ്പം പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ അണ്ണന്മാർ ഒരു ട്യൂട്ടോറിയൽ തുടങ്ങി. അങ്ങനെ വന്ന് പഠിക്കാൻ പറഞ്ഞു. അതിന് മുമ്പേ ഈ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് കഴിച്ചും കൊണ്ട് ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ സർട്ടിഫിക്കറ്റിൽ പാസ്ഡ് എന്ന് എഴുതണേ, എൻ്റെ സർട്ടിഫിക്കറ്റിൽ പാസ്ഡ് എന്ന് എഴുതണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മാസം കഴിയുമ്പം ചെന്ന് തുറന്നു നോക്കും, 2 മാസം കഴിയുമ്പം ചെന്ന് നോക്കും. ഞാൻ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിച്ച് എൻ്റെ കർത്താവ് വലിയവനാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് അവർ വിളിച്ച് അങ്ങനെ പോയി. അവിടെ ചെന്ന് ഞാൻ ഫുള്ള് പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാമില്ലാത്തതുകൊണ്ട് കുറച്ച് പൈസ പാർട്ടിനാകുമ്പോൾ ആ വിഷയങ്ങൾക്ക് മാത്രം അടച്ചാൽ മതിയായിരുന്നു. അങ്ങനെ പരീക്ഷ എഴുതി എൻ്റെ സർട്ടിഫിക്കറ്റിൽ പാസ്ഡ് എന്ന് എഴുതാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവനാമത്തിന് മഹത്വം. അതേപോലെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഒരു മാർച്ചി പള്ളിയിലുള്ള ഒരാളാണ് എന്നെ കല്യാണം കഴിക്കുന്നത്. CSIയിൽ വന്ന് വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ കാർസയിൽ അപ്പോഴെനിക്കെന്തോ ഒരു പ്രയാസം പോവാൻ, നമ്മൾ ഇത്രത്തോളം വളർന്ന സഭയിൽ നിന്ന് മാറിപ്പോകാൻ പ്രയാസമായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് പിന്നെ CSIയിൽ വന്ന് എന്നെ കല്യാണം കഴിച്ച് പാവപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എനിക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ബൈൻഡിങ്ങും കൂടെ KGTയുടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴും ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഇരുന്നപ്പോഴും എനിക്ക് മക്കളില്ല. കുറേ നാൾ മക്കളില്ലാതിരുന്നു. അപ്പോൾ എല്ലാവർക്കും എന്നോട് ഒരു ദേഷ്യവും വിരോധമൊക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവും പറയും, നീ ഒരു കന്യാസ്ത്രീ എന്തെങ്കിലും ആകണമായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴും ഞാൻ പള്ളിയിലൊക്കെ പോകണതുകൊണ്ടാണ് നിനക്ക് മക്കളിട്ടാത്തതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ദൈവത്തോടെ ഇരുന്ന് കരയും. ദൈവമേ ആരും കാണാതെ ഒളിച്ചിരുന്ന് കരയും. യേശുവപ്പാ ഞാൻ മലടിയായില്ല, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് ഞാൻ ദൈവത്തോട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരും ചേട്ടത്തി പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, അവർ ഹിന്ദുക്കളാണ്, മണ്ണാറശാല ചെന്ന് ഉരുളി കമത്ത്, അത് കഴിഞ്ഞ് മക്കളെ കിട്ടുമ്പോൾ നിനക്കത് നൂത്ത് വയ്ക്കാമെന്ന് പറയും. അപ്പം ഞാൻ പറയും, വേണ്ട, എൻ്റെ കർത്താവിന് എനിക്കൊരു കുഞ്ഞിനെ തരാനുള്ള കഴിവുണ്ടില്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് ഞാൻ അവരോട് പറയും. എന്നിട്ട് ഞാൻ രഹസ്യമായിട്ട് ഒരിടത്തും ചെന്ന് ആരോടും പറയാതെ എൻ്റെ കർത്താവിനും ഞാനുമായിട്ട് ദൈവത്തോടും കരഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് ഒടുവിൽ എനിക്ക് ഒരു കുഞ്ഞിന് വരാൻ ദൈവം 2 കുഞ്ഞുമായിട്ട് എനിക്ക് തന്നു. ആദ്യത്തേൽ ഒരു മകൻ, 2ാമത് പ്രസവിച്ചതും ഒരു മകൻ. ആ 2ാമത്തെ മകനെ ഗർഭിണിയായിരുന്നപ്പോൾ എൻ്റെ ഭർത്താവിന് ഒരു വലിയൊരു രോഗം വന്നു, TB മെനഞ്ചാറ്റിക് വന്ന് ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളെല്ലാം ആയപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ വളർച്ചയും കുറഞ്ഞ് പിന്നെ ഒടുവിൽ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം കുഞ്ഞ് മരിച്ചു കിടക്കണമെന്ന് പറഞ്ഞു. കൊച്ചു മരിച്ചുപോയി. അതിന് വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഒരാഴ്ച വരെ കിടത്തി നോക്കി. പാനക്കമൊന്നുമില്ല, വീട്ടിൽ കൊടുത്തു വിടാം, ആരെങ്കിലും ആണുങ്ങൾ വരാൻ പറയാൻ പറഞ്ഞു. അന്ന് രാത്രി ഇത് പറഞ്ഞതിൻ്റെ അന്ന് രാത്രി ഞാൻ ദൈവത്തോട് കരഞ്ഞപ്പോൾ, അങ്ങേക്ക് കഴിയാത്തതൊന്നുമില്ല അപ്പച്ച, അങ്ങ് സകലവും സൃഷ്ടിച്ച കർത്താവ്, അങ്ങൊരു വാക്ക് കൽപ്പിച്ച എൻ്റെ കുഞ്ഞിന് ജീവൻ വരും. അപ്പോൾ എൻ്റെ മകൻ ഈ കുഞ്ഞിനെ കൂടെ എനിക്ക് ജീവനോടെ തരുന്നു കർത്താവേ.
അങ്ങല്ലയോ വലിയവെന്നുള്ള ആ പ്രാർത്ഥന ദൈവവും അപ്പം കുറച്ച് ഞാൻ അറിയാതെ കരഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു. പിന്നെ ഞാനും ദൈവമായിട്ടുള്ള ഒരു ബന്ധം, ദൈവത്തോട് കണ്ണീര് മാത്രം വരും. ദൈവമായിട്ടുള്ള ഒരു നിയമം ചെയ്തതുപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വെച്ചപ്പാ എനിക്കിതിനെ ജീവനോടെ തരണേ എന്ന് ഞാൻ അത്രത്തോളം എൻ്റെ കർത്താവിൽ വിശ്വസിച്ച് എൻ്റെ ദൈവം പിറ്റന്ന് കുഞ്ഞിനെ എടുക്കാൻ ഡോക്ടർ വന്നു. പ്രസവിച്ചപ്പോൾ ഇന്നൊരു ചെറിയ സൗണ്ട് ജീവനുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ഓടിച്ചെന്ന് അതിനെ ഓക്സിജനിൽ വെച്ച് അങ്ങനെ ആ മകനും വളർന്ന് ദൈവം എനിക്ക് ആ മകനാണ് ഇന്ന് ജോലിയുള്ളത്. ദൈവം ആ മകനെ എനിക്ക് ദൈവം തന്നു. ഒന്ന് ചോദിച്ചു രണ്ടായിട്ട് എൻ്റെ കർത്താവ് തന്ന ആ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. സഭാമധ്യ എല്ലാവരോടും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇതായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രശ്നം. എൻ്റെ എല്ലാവരെയും അറിയിക്കണം. പള്ളിയിലൊക്കെ ചെന്നാൽ അപ്പോഴും നടത്തുന്ന കാര്യങ്ങൾ മാത്രമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഇത്രയും ഒരു വലിയ സദസ്സിൽ ദൈവനാമത്തിന് മഹത്വപ്പെടുത്തുന്നതെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് ദൈവം ഇന്ന് സാധിക്കുന്നു. പിന്നെ അതുപോലെ ആ മക്കളെ വളർന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭർത്താവ് അടുത്തുള്ള ഷാപ്പിലൊക്കെ കൂട്ടുകാരന്മാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ വിളിച്ച് കൊടുത്ത് മദ്യപാനിയായി. അങ്ങനെ ഇവിടെ നിന്ന് ഒരുപാട് കടമൊക്കെ വെച്ച് കണ്ണൂർ സ്ഥലം വിട്ടുപോയി. അപ്പോൾ എനിക്ക് മക്കളെ വളർത്താനും കടക്കാരെല്ലാം വന്ന് ചോദിക്കും. അങ്ങനെ ഇരുന്നപ്പോഴും ഞാൻ ആദ്യം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് ഈ ബൈൻഡിങ്ങിന് വേണ്ടി KGT പാസ്സായതുകൊണ്ട് ഒരുപാട് ഇൻ്റർവ്യൂകളും ടെസ്റ്റുകളും കഴിയുമ്പോൾ എനിക്ക് റാങ്കിൽ വരും. പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല. അതുവരെ വരുമ്പോൾ അതിൻ്റെ ഭാഗം എടുത്തോണ്ട് ഞാൻ പറയുമായിരുന്നു, യേശുപ്പാ എനിക്ക് ജോലി വേണ്ട, എനിക്ക് മക്കളെ മതിയിരുന്നു. മക്കളെ കെട്ടിക്കൊടുക്കാൻ മക്കളെ വളർത്താൻ നിവർത്തിയില്ലാതിരുന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, യേശുപ്പാ ഈ മക്കളെ വളർത്താൻ എനിക്ക് നിവർത്തിയില്ല, അപ്പോൾ അങ്ങ് ആ ജോലി തരണേ എന്ന് കരഞ്ഞു. അവസാനമായിട്ട് എനിക്ക് 16 വർഷത്തെ സർവീസ് ഗവൺമെൻറ് പ്രസ്സിൽ ദൈവം തന്ന വലിയവനായ ദൈവത്തിന് എത്ര കോടാനുകോടി സ്തോത്രം ചെയ്താലും എനിക്ക് മതിയാവില്ല. എൻ്റെ അപ്പ ഇന്ന് എന്നെ നടത്തുന്നു. ഇന്ന് രോഗികളാണ് കർത്താവേ, എന്നാലും എൻ്റെ ദൈവത്തിൻ്റെ കൃപ ഒരുപാട് ഞാൻ അനുഭവിച്ചവളാണ്. ഞാൻ പ്രസ്സിൽ ചെന്നപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും അവരോട് ഞാൻ എൻ്റെ കൂട്ടുകാരോട് എല്ലാവരും സാക്ഷിയായി പറയും. എൻ്റെ പ്രേസലിലുള്ളവരെയും ഞാൻ അവരോടും പറഞ്ഞ് ഞങ്ങൾ ഇന്നുവരെയും 2008 പ്രേസൽ ആരംഭിച്ചത്. ഇന്നുവരെയും അത് തുടർന്ന് പോകുന്നു. പിന്നെ എൻ്റെ രാത്രിയുള്ള പ്രാർത്ഥനയും രാവിലെയുള്ള പ്രാർത്ഥനയിലും 3 വർക്കി സാറന്മാരുണ്ട്. ഒന്ന് മാറ്റ് വർക്കി സാറും, ഒന്ന് PM വർക്കി സാറും, ഒന്ന് MA വർക്കി സാറും, അജിത്ത് ബ്രദറും. ഇവരെ 3 പേരെ ഞാൻ എന്നും പ്രാർത്ഥിക്കും. രാവിലെയും പ്രാർത്ഥിക്കും, രാത്രിയുള്ള പ്രാർത്ഥനയിൽ ഞാൻ വിടാതെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ച്. എവിടെ കണ്ടു? ഞാൻ അന്നൊരിക്കൽ വന്നിട്ടുണ്ട് ഇവിടെ മത്സരത്തിനല്ല വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോഴേ ഒരു നോട്ടീസ് കിട്ടി, അതിൻ്റെ നമ്പർ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ 7 മണിക്കുള്ള പിന്നെ പക്ഷേ എനിക്ക് അയക്കാൻ അറിഞ്ഞൂടാ, ആൻസർ അയക്കാൻ അറിഞ്ഞൂടാ. വാട്സാപ്പ് ഉണ്ട്, എനിക്ക് എടുക്കാനൊന്നും അറിഞ്ഞൂടാ സാർ. ഇവിടെ പഠിപ്പിക്കോളൂ, ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതിരിക്കുന്നത്. മലയാളത്തിന് വോയിസ് മെസ്സേജ് ആണെങ്കിൽ ഇടാൻ പറ്റും, അല്ലാതെ എനിക്ക് ഇടാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഇന്നും പ്രാർത്ഥിക്കും, ഇന്നും സഭയിൽ പോകും, ബൈബിൾ ക്വിസിനൊക്കെ പങ്കെടുക്കും. പക്ഷേ ചെറിയ ഇതൊക്കെയാണ്. സന്തോഷം. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ദൈവത്തെ സ്തുതിക്കുന്നു. കൂടുതലായിട്ട് ദൈവത്തിനോട് പ്രവർത്തിക്കാൻ തക്കവണ്ണം സഹായിക്കട്ടെ. ഭർത്താവിൻ്റെ മദ്യപാനം നിന്നു. ഭർത്താവിന്റെ മദ്യപാനം നിന്ന് പുകവലി ഭയങ്കരമായിരുന്നു. അത് മാറി, എല്ലാം ദൈവം മാറ്റി തന്നു. ഇന്ന് ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു. രോഗികളാണ്. എൻ്റെ ഭർത്താവിന് ഇപ്പോൾ കണ്ണൊന്നും നേരെ കണ്ടുകൂടാ, ഞരമ്പിൻ്റെ എന്തോ കേടും ഓപ്പറേഷനൊക്കെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ട് ജീവിക്കുന്നു. രണ്ടുപേരും രോഗികളാണെങ്കിലും എനിക്ക് ദൈവം ഒരു ചെറിയ പെൻഷനെല്ലാം തന്ന് 16 വർഷം സർവീസ് കിട്ടിയതുകൊണ്ട് പിന്നെ ദൈവം നടത്തുന്ന ആ വലിയവനായ ദൈവത്തിന് മുമ്പിൽ, നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വരാൻ കൃപ തന്നതിനും എല്ലാത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ സാധ്യത. സിസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ, വഴി നടത്തട്ടെ, കർത്താവിന് സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏതവസ്ഥയിലും കർത്താവിൻ്റെ സാക്ഷികളായിട്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം പ്രതികൂലിൻ്റെയും പ്രതിബന്ധത്തിൻ്റെയും നടുവിലും നമ്മുടെ സാക്ഷ്യം വളരെ വലുതാണ്. ആ സാക്ഷ്യത്തിലൂടെ അനേകർക്ക് ഈ കർത്താവിനെ രുചിച്ചറിയുവാൻ മുഖാന്തരം ഒരുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ബേബി ഡിക്ക് 3.5 മാർക്ക്, 3.5 മാർക്സ്. അടുത്തതായിട്ട് ബേബി ഓഫ് ദ ടീം ഡാനിയൽ സാം. ദൈവത്തിന് സ്വന്തം സാക്ഷ്യം നിൽക്കാൻ ദൈവം
ഇവയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ എൻ്റെ ഫാദർ മാത്രം, എൻ്റെ കുടുംബം മൊത്തം ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ, അച്ഛൻ്റെ ഫാദർ 5 ബൈബിളൊക്കെ കത്തിച്ചതാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജോളി എന്ന് പറഞ്ഞ എൻ്റെ ആൻറ്റിയാണ്. എൻ്റെ അപ്പൂപ്പൻ ഒരു ഹിന്ദു ആയിരുന്നു. പിന്നെ മർത്തമ വന്ധ്യം ബൈബിളൊക്കെ കത്തിക്കുമായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ എല്ലാവരും ബന്ധക്കോസ്, എൻ്റെ ഫാദറും മദറും ബന്ധക്കോസായിരുന്നു. ദൈവം കൊച്ചിലെ മുതലേ സൺഡേ സ്കൂളിലെല്ലാം പോകാൻ ദൈവം കൃപയൊരുക്കി. ഞാൻ ഇപ്പോൾ പാലക്കാടാണ് പഠിക്കുന്നത്, ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. അവിടെ ശാലോം എന്ന് പറഞ്ഞൊരു ശാലോം റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. 2 മക്കളാണ്. എൻ്റെ ഒരു അനിയനുണ്ട്. എൻ്റെ മദർ ഇന്ന് രാവിലെ ഈ ക്വിസിൽ വന്നായിരുന്നു, ഹിന്ദു എന്ന് പറഞ്ഞ. അങ്ങനെ ദൈവം ധാരാളം എന്നെ വെടിവെച്ചു. എൻ്റെ കാലൊരു പോവാത്ത ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് 2-3 വർഷം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു കുരുക്കൾ പോലെ ഒരു 10-20 ഉണ്ടായിരുന്നു. അത് കാലിന് വൃത്തികേടൊക്കെ ആയിരുന്നു. കുറേ കാലം അത് കടന്നു. പിന്നെ ദൈവം സഹായിച്ചത് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഇളക്കി നോക്കിയപ്പോൾ അത് അങ്ങ് ഇളകി പോകാൻ ദൈവം സഹായിച്ചു. ദൈവം അങ്ങനെ ദൈവം എൻ്റെ പ്രാർത്ഥന ഉത്തരം കേട്ടു. ഇപ്പോൾ 10ാം ക്ലാസ്സാണ്. എൻ്റെ പഠിത്തവും 10th SSLC എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട് സാക്ഷിയായിരിക്കും. ഡാനിയൽ സാം നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ സഹോദരനാണ്. യേശു ക്രിസ്തുവിൻ്റെ അനുഭവമുണ്ട്, സൗഖ്യം ലഭിച്ചു അല്ലേ? ഇപ്പോൾ നാം നമ്മുടെ ആ സൗഖ്യം മറ്റനവരോട് പറയണം. ഇന്ന് മോൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും യേശുവിൽ വിശ്വാസമില്ല, പ്രാർത്ഥനയിൽ വിശ്വാസമില്ല, ആരാധനയിൽ വരുമെന്നല്ലാതെ ഹൃദയം തുറന്ന് ആരാധിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമാണ്. അവിടെയൊക്കെ യേശുവിനെ രുചിച്ചറിഞ്ഞ അവസ്ഥയിൽ തീർച്ചയായിട്ടും അവരോട് മോൻ്റെ അനുഭവങ്ങൾ പറയണം. പറയുമ്പോൾ അവർ സ്വീകരിക്കുകയില്ല, പ്രോത്സാഹിപ്പിക്കുകയില്ല. പലപ്പോഴും പരിഹാസവും ആ രീതിയിലുള്ള കളിയാക്കലുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അവിടെ പിന്മാറാതെ നാം ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവം നമ്മളെ വളർത്തുന്നത്. ഒരിക്കലും ലജ്ജിക്കരുത്, ഒരിക്കലും ഭയപ്പെടരുത്. ഭയപ്പെടാതെ നാം അനുഭവിച്ച യേശുക്രിസ്തുവിൻ്റേതായിട്ടുള്ള സൗഖ്യവും സമാധാനവും നാം പുറം ലോകത്തോട് പറയുമ്പോഴാണ് ദൈവം നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നത്. ആദ്യമേ നമ്മൾ വിചാരിക്കും കർത്താവ് പ്രവർത്തിക്കുന്നില്ലല്ലോ, ഇതൊക്കെ പറഞ്ഞവരൊക്കെ അങ്ങനെ കളിയാക്കുന്നല്ലോ, പലപ്പോഴും അപമാനമാണ് ഫലം. അപ്പോഴൊക്കെ ദൈവം മൗനമായിട്ട് നമ്മെ നോക്കുകയായിരിക്കാം. പക്ഷേ നാം ഇതിനെ വകവെക്കാതെ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും. ഓൾറൈറ്റ്. അപ്പോൾ അപ്രകാരം ഒരു സാക്ഷിയായിട്ട് വളരെ ദൈവം കൃപ ചെയ്യട്ടെ. അതെ, ഒരു പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് ഡാനിയൽ സാമിന് 3 മാർക്ക് കൊടുത്തു, 3 മാർക്സ്. അവസാനമായിട്ട് വിക്ടോറിയ. ടെലിവിഷൻ സെൻ്ററിൽ കടന്നു വരുവാനും ദൈവത്തിൻ്റെ ഒരു എളിയ സാക്ഷി നിൽപ്പാനും ദൈവം സഹായിച്ചവർ ദൈവത്തിന് ആദ്യം നന്ദി സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. കുറച്ച് വർഷങ്ങൾ കൊണ്ടേ ഞാൻ ഈ സ്ഥലത്ത് കടന്നു വരണം, ഈ ഒരു ക്വിസ് കോമ്പറ്റീഷൻ പങ്കെടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചെങ്കിലും എനിക്കിതുവരെ സാധിച്ചില്ല. എല്ലാം ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണല്ലോ. ഇന്നാണ് എനിക്ക് അതിനുള്ള അവസരം ദൈവം തന്നത്. ഇന്നും എനിക്ക് കടന്നു വരാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം കൃപയും കൊണ്ട് എന്നെ നടത്തി. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാവും തിരുവചനം പറയുന്നത് പോലെ ദൈവം എന്നെ ഓരോ ദിവസവും അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എൻ്റെ അമ്മയ്ക്കൊരു 20 വർഷം കൊണ്ട് ന്യൂമോണിയയുടെ അസുഖത്താൽ ഭാരപ്പെടുന്നു. ആ 20 വർഷത്തിന് മുമ്പേ ഒരിക്കൽ ഇങ്ങനെ 10-15 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ജീവനോടെ ഭവനത്തിൽ തിരിച്ചു വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. ബോധമില്ലാതെയൊക്കെ കിടന്ന ആ ഒരു അനുഭവമായിരുന്നു. എന്നാൽ അതെന്നെല്ലാം ദൈവം വിടുവിച്ച് അതിശയകരമായി നടത്തി. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്കിങ്ങനെ അസുഖം കൂടി, ന്യൂമോണിയതിനെ കൂടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും. അപ്പോഴൊക്കെ ഞങ്ങൾ വളരെ ഭാരത്തോട് പ്രയാസത്തോടെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ദൈവമേ ജീവനോടെ ഞങ്ങൾക്ക് ഭവനത്തിൽ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ സഹായിക്കണമെന്നും. അവിടെയെല്ലാം ദൈവത്തിൻ്റെ അതിശയകരമായ കരം നടത്തി. ഈ ഫെബ്രുവരി മാസം 18-ാം തീയതി മുതൽ 25-ാം തീയതി വരെയും അമ്മ ജൂബിലി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ ന്യൂമോണിയ നല്ല കൂടുതലായിരുന്നു, ഓക്സിജനൊന്നും കിട്ടാത്ത അവസ്ഥയായിരുന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നോടൻ തന്നെ അവർ ഓക്സിജനൊക്കെ കൊടുത്ത് അങ്ങനെ ഒരാഴ്ച അവിടെ കിടന്നിട്ട് വിട്ട് വീട്ടിൽ വന്നപ്പോൾ ഇപ്പോഴും ഡോക്ടർ പറഞ്ഞിരിക്കണം ഓക്സിജൻ വച്ചിരിക്കണമെന്നാണ്. അങ്ങനെ ഞങ്ങളൊരു
ഒരു മിഷൻ വീട്ടിൽ വെച്ച് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും വീട്ടിൽ ഒരാളുടെ എപ്പോഴും കൂടെ വേണം. ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കണം, ആവി പിടിക്കണം, അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോഴെല്ലാം ഞാൻ ചെയ്യണത് കൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. ഇപ്പം ഞായറാഴ്ച രാവിലെ പള്ളിയിൽ മാത്രം പോകാനേ പറ്റുന്നുള്ളൂ. ബാക്കിയുടെ ആരാധനയ്ക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ എന്നാലും ഈ കുറച്ച് ഒരു 1-2 ആഴ്ച കൊണ്ട് 2-3 മണിക്കൂർ ഓക്സിജൻ മാറ്റി വെച്ചിട്ട് എണീറ്റിരിക്കും, അല്പം നടക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് എനിക്കിന്ന് ഈ സ്ഥാനത്ത് കടന്നു വരുവാനും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനൊക്കെ ദൈവം സഹായിച്ചത്. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് വാഗ്ദത്തത്തിന് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഓരോ ദിവസവും ദൈവം അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ കുഞ്ഞുനാൾ മുതൽ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിരുന്ന് ദൈവമക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. ഉച്ചയ്ക്ക് രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 12 തൊട്ട് 12 വരെ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് അതിനുശേഷം എൻ്റെ ഒരു സഹോദരങ്ങൾക്ക് പലവിധമായ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന സമയത്തും എനിക്ക് അവർ മരണകരമായ ഭാരത്തിലൊക്കെ ആയിരുന്ന ആ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, ഇന്ന സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. അങ്ങനെ രാത്രി 2 മണിക്ക് ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അങ്ങനെയൊക്കെ ദൈവം അതിശയമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ കോവിഡൊക്കെ വന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നി, കുടുംബാംഗങ്ങൾക്ക് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഇതുപോലെ കോവിഡ് വന്ന് അവർ ഞങ്ങളുടെ ദേശത്തിൽ അനേകർ മരിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് പേര് മരിക്കുകയും അനേകർ പലവിധമായ ഭാരത്തോടൊക്കെ ഇങ്ങനെ ഭാരപ്പെട്ട് കഴിയുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ 2 മണിക്ക് അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഭാരത്തോടെ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നതും ദൈവം എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപയായിരിക്കും എനിക്ക് തന്നിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു. പിന്നെ സംഘടനകൾക്കും ഇതുപോലെയുള്ള ക്യൂസ് കോമ്പറ്റീഷനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് നേരത്തെ പഠിക്കുന്നത് പോലെയൊന്നും ഇപ്പം പഠിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല വീട്ടിൽ. എന്നാലും എനിക്ക് ഇങ്ങനെ ആൻറ്റി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് കടന്നു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാൽ പോവാം, പറ്റുന്നത് പോലെ പഠിക്കാം എന്നൊക്കെ ആ ഒരു ചിന്തയോടെ കടന്നു വരാൻ സാധിച്ചു. എന്നെ നടത്തിയ ദൈവത്തിനായിരം സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. മാത്രമല്ല ഞാൻ 2-3 വർഷത്തേക്ക് മുന്നേ ഞാൻ ഈ മ്യൂസിയം കാണാൻ ഞാൻ ഇവിടെ ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് വിശുദ്ധ നാട് സന്ദർശിക്കണമെന്ന് നല്ല ആഗ്രഹമുള്ള ആളായിരുന്നു കുറച്ച് വർഷങ്ങൾ. പക്ഷേ എനിക്കിതുവരെ സാധിച്ചില്ല. അപ്പോൾ പ്രത്യേകിച്ച് യേശു കർത്താവിൻ്റെ കല്ലറ പോയി കാണണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഒരു ടൂറായിട്ട് ഈ മ്യൂസിയത്തിൽ വന്നത്. അപ്പോൾ അങ്ങനെ യേശു കർത്താവിൻ്റെ കല്ലറ കാണാനും പിന്നെ നമ്മൾ വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നേരിട്ട് കാണാൻ നമുക്ക് പറ്റാത്തതുകൊണ്ട് ഈ മ്യൂസിയത്തിൽ വന്നാൽ അത് കാണാനുള്ള ആ ഒരു നല്ല ഭാഗ്യം ദൈവം എനിക്ക് തന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഈ മ്യൂസിയവും ഇതേപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനൊക്കെ സംഘടിപ്പിക്കുവാൻ പ്രിയ സാറിന് ദൈവം കൊടുത്ത വലിയ ദർശനം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലിരുന്ന് ഞാനിങ്ങനെ സ്വന്തമായിട്ട് ഓർക്കും. ആ സാറിന് ഇത്രയും വലിയ ദർശനം ദൈവം കൊടുത്ത് അപ്പോൾ അനേകർക്ക് വിശുദ്ധ നടന്നൊക്കെ പോയി കാണാനൊന്നും സാധിക്കാത്തവർക്ക് ഈ മ്യൂസിയത്തിൽ വന്ന് കാണാൻ അവരുടെ വലിയ ഒരു അനുഭവമാണ്. അതുപോലെ ഇതുവരെ ക്വിസ് കോമ്പറ്റീഷൻ ഒരുപാട് പേർക്ക് ദൈവവചനം പഠിക്കാനും ഈ സ്ഥാപനത്തിൽ വരാനൊക്കെ ഉള്ള ആ ഒരു നല്ല അനുഭവം ആ സാറിന് ദൈവം കൊടുത്ത ആ വലിയ ദർശനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പുതിയ സംരംഭങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ പരിശുദ്ധനായ ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ചുരുങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. സാക്ഷ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ വിക്ടോറിയ പറഞ്ഞ ആ മ്യൂസിയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒറിജിനലായിട്ടുള്ള നമ്മുടെ മ്യൂസിയത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ എനിക്ക് വിശ്വനാട്ടിലുള്ള കർത്താവിൻ്റെ കബറിടമോ ബേത്ലഹേമോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നും ദൈവത്തിൻ്റെ വെളിപ്പാടനുസരിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഇവിടെ വന്ന് പ്രവർത്തിക്കുകയും ഇവിടെ നിന്ന് ഞാൻ ബൈബിൾ ആ സഹോദരിക്ക് കൊടുക്കുമായിരുന്നു, പാവങ്ങൾക്ക് വിതരണം ചെയ്യുവാൻ. സുവിശേഷ പ്രവർത്തക സിസ്റ്റർ മേബൽ എന്ന് പറയും. അപ്പോൾ ആ സിസ്റ്റർ മേബൽ ഒരു പ്രാവശ്യമാണല്ലോ എന്ന് പറഞ്ഞു, ബ്രദറെ ഒരുപാട് സാധുക്കൾക്ക് യെരുശലേമിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. അവർക്കാർക്കും യെരുശലേമിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പോകാൻ സാധ്യമില്ല. അതുകൊണ്ട് ബ്രദർ അവർ യെരുശലേമിലെ കുറേ ചിത്രങ്ങളെങ്കിലും ഇവിടെ വെക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചിത്രം കാണിച്ചുകൊണ്ട് യെരുശലേമിനെ പഠിപ്പിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ നോക്കാം. അവർക്ക് വളരെ ദർശനമുള്ള ഒരു സ്ത്രീയായി കഴിഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവർ കഴിഞ്ഞ 1 മാസം മുമ്പ് എടുക്കപ്പെട്ടു. സിസ്റ്റർ മേബൽ ഒരുപാട് സാധിക്കളുടെ ഇടയിലൊക്കെ പ്രവർത്തിച്ച ഒരു വന്യ സഹോദരിയായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ യെരുശലേമിൽ 13 പ്രാവശ്യം പോയിട്ടുണ്ട് യെരുശലേമിൽ. അപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് സാധുക്കൾക്ക് കർത്താവിൻ്റെ കബറിടം കാണണം. അതെങ്ങനെ ഇരിക്കുമെന്ന് അറിഞ്ഞുകൂടാ. എല്ലാം പറയുന്ന ചെന്ന ഒരു കർത്താവിനെ കുറിച്ചൊക്കെ പറയുമ്പം കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുന്ന അല്ലാതെ യേശുക്രിസ്തു ജീവിച്ചിരുന്ന സാഹചര്യങ്ങൾ എന്താണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നും അവിടെ കല്ലറയുണ്ട്, ജനിച്ച സ്ഥലമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കാത്ത കോണം പലപ്പോഴും പ്രയാസമുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് 13 പ്രാവശ്യം ഞാൻ പോയ പശ്ചാത്തലത്തിലാണ് ഇവിടെ അതേ മാതൃകയിൽ
ആരെങ്കിലും യെരുശലേമിൽ പോയിട്ടുള്ളവർ ഇവിടെ വന്ന് കണ്ടാൽ ഇത് യെരുശലേമിലെ കബറുടെ വന്ന് പറയും. അത് കാഴ്ചയിൽ മാത്രമല്ല, അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും ആ വലിയ അനുഭവം അവിടെ ഉണ്ടാകുന്നു. ബേത്ലഹേം, അതും ബേത്ലഹേമിലെ കേവല്, അതിൻ്റെ അവിടുത്തെ അകത്തുള്ള മാർബിൾ പോലും യെരുശലേമിലെ ബേത്ലഹേമിലെ അതേ മാതൃകയാണ്. യെരുശലേമിൽ പോയിട്ടുള്ളവർ വന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടു, നല്ല ഭക്തി സാന്ദ്രമായ അനുഭവമാണ് അതിൻ്റെ അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അവിടെ വന്ന് രോഗികൾ സൗഖ്യമാകും. കർത്താവിൻ്റെ കബറിങ്കിൽ വന്ന് പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യം വരുന്ന. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി പ്രാവശ്യം വിചാരിച്ചു എനിക്കൊന്ന് പോകണം. ഒരുപാട്. പക്ഷേ ഞങ്ങളിതൊരിക്കലും പരസ്യപ്പെടുത്തില്ല. ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞുകൊണ്ട് ഞാനിത് പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതൊരു പരസ്യത്തിലായിട്ട് ഇന്ന് വരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുകയുമില്ല. അവരോട് വന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ച അനുഭവമാക്കണം. അതുപോലെ നമ്മുടെ ദേവാലയം 12 ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും തിരുശേഷിപ്പുള്ള ദേവാലയമാണ്. അവിടെയും വന്ന് പ്രാർത്ഥിച്ച് ഒരുപാട് സൗഖ്യം പ്രാപിക്കുന്നത്. കാരണം സൗഖ്യം വിൽക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല, സ്വന്തം അനുഭവമാണ്. അപ്പോൾ അവിടെ കടന്നു വന്ന് നടക്കാൻ വയ്യാതെ അതിനകത്ത് കയറി കാല് മുടക്കാൻ വയ്യാതെ അവിടെ നിന്ന് കണ്ണുനീരോടെ പ്രവചനം പറഞ്ഞ് ഞാൻ പറഞ്ഞു കബറിങ്കിൽ പോയി പ്രാർത്ഥിക്കുക, കർത്താവിൻ്റെ കബറിടമാണ്. അത് അവിടെ പോയി പ്രാർത്ഥിച്ച് അവരെ കാലം നൂത്ത് നടന്നിറങ്ങി വരുന്നത് എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. അതുപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ താങ്കളും അവർ വന്നു, അതൊരു അനുഭവമായിരുന്നില്ലേ? അപ്പോൾ അതിന് മുഖാന്തരമായി തീർന്ന ഇപ്പോൾ കർത്താവിനെ സന്നിധി ചേർക്കപ്പെട്ട സിസ്റ്റർ മേബിലാണ്. ഞങ്ങൾക്കത് മറക്കുവാൻ സാധ്യമല്ല. ആ സഹോദരി വന്ന് പറഞ്ഞതാണ്, ഇങ്ങനെ സാധുക്കളായ ഒരുപാട് പേർക്ക് യെരുശലേം കാണുവാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് പോകാൻ നിവർത്തിയില്ല. ബ്രദർ എന്തെങ്കിലും ചെയ്യണം, പടം വെക്കാനാണ് എന്നോട് പറഞ്ഞു. പക്ഷേങ്കിൽ ഒരുപാട്, കാരണം ഇതിനകത്തിൽ ഈ കബറിടം ഉണ്ടാക്കാൻ ഒരുപാട് ചിലവാണ്. കാരണം കെട്ടിടത്തിൻ്റെ പണിയൊക്കെ പൂർത്തിയായി, എല്ലാം കഴിഞ്ഞു. എന്നാലും അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് തന്ന ദർശനമനുസരിച്ചാണ് യെരുശലേമിലെ ദേവാലയത്തിൻ്റെ അതേ മാതൃകയിൽ, കബറിടത്തിൻ്റെ അതേ മാതൃകയിൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ. ആ വിളക്ക് പോലും ഗ്രീസിലെ വിളക്കാണ്. ആ വിളക്ക് മറ്റൊരിടത്തും നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും കർത്താവ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. വിക്ടോറിയയുടെ മാർക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് തോന്നുന്നു. 3 മാർക്സ്. ദൈവം അനുഗ്രഹിക്കട്ടെ, കൂടുതൽ സാക്ഷ്യമായി തീരാൻ സഹായിക്കട്ടെ. അമ്മയ്ക്ക് വേണ്ടി കൂടുതലായിട്ട് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതോടുകൂടി നമ്മുടെ ടെസ്റ്റ് മണി റൗണ്ട് പൂർണ്ണമാകുന്നു. ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് ക്രൈസ്തവ ലോകത്തിന് സമ്മാനിക്കുന്ന 31ാമത് ഗാനസമാഹാരം. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ഓരോ നാളും എന്നെ നടത്തിയിടുന്നേശു പൊൻകരത്താൽ എന്നെ സൂക്ഷിക്കുന്നു. ആപത്തനർത്ഥ വേളകളിൽ കൺമണി പോലെ എന്നെ കാത്തിടുന്നു. സർവശക്തൻ സർവാധിപൻ എന്റെ ദൈവം യഹോവ. കോപ്പികൾക്ക് വേർഡ് മെലഡി വേൾഡ്, വെമ്പായം, ട്രിവാൻഡ്രം. അടുത്തതായിട്ടുള്ളത് റാപ്പിഡ് റീഡിംഗ് റൗണ്ടാണ്. ബൈബിൾസ് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തരും. ആ വേദപുസ്തകത്തിൽ നിന്ന് വായനാ ഭാഗം എടുത്ത് വായിക്കേണ്ടി. ഓൾറൈറ്റ്, വായിക്കട്ടെ. ആദ്യമേ എടുത്ത് ഉടനെ വായിച്ചേക്കണം. വേറെ ആരും വായിക്കുന്നതിലൊന്നും ശ്രദ്ധിക്കേണ്ട. കാണുന്ന എടുത്ത് വായിക്കുക പറയുന്ന ഭാഗം. റെഡി? ക്ലോസ് യുവർ ബൈബിൾസ്. ഓക്കെ, റൈറ്റ്. സെഫന്യാവ് 3:16. ആ നാളിൽ അവർ യെരുശലേമിനോട് ഭയപ്പെടരുത് എന്നും സിയോനോട് നിന്റെ കൈകൾ തളരരുത് എന്നും പറയും. Exactly the same. Mrs. Shantama Thomas gets 2 marks. And അടുത്ത വായന, രണ്ടാമത്തെ വായന. 4 വായനയാണ്, ഒരു വായന കഴിഞ്ഞു. രണ്ടാമത്തെ വായന. Close your Bibles. Okay, ready? സെക്കറിയാവ് 14:7. യഹോവ മാത്രം അറിയുന്ന ഒരു ദിവസം വരും, അത് പകലല്ല രാത്രിയുമല്ല, സന്ധ്യാസമയത്തോ വെളിച്ചമായിരിക്കും. Exactly correct. Daniel Sam, you are right. 2 marks for Daniel Sam. Right. All right. പേടി മാറി വരുന്നു. അടുത്തതായിട്ട് മൂന്നാമത്തെ വായന. ക്ലോസ് യുവർ ബൈബിൾസ്. റെഡി ആയോ? സാധുമാർ റെഡി? ഓക്കെ. ആമോസ് 8:13.
സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും അലയും. യഹോവയുടെ വചനം അന്വേഷിച്ച് ആ നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യുവാക്കന്മാരും ദാഹം കൊണ്ട് തളർന്നു വീഴും. Correct. Victoria gets 2 marks and Mrs. Shandama Thomas gets -1 and Mr. Daniel Sam also gets -1. തെറ്റായിട്ടുള്ള വചനം പറഞ്ഞെന്നെ കൽപ്പിക്കാൻ നോക്കിയതിന് ഇപ്പം ഞാൻ ഓരോ മാർക്കേ കുറയ്ക്കുന്നുള്ളൂ. റൈറ്റ്. വിക്ടോറിയ ഗെറ്റ്സ് ദ മാർക്ക്. ഓക്കെ, റൈറ്റ്. അവസാനത്തെ വായന ഇയ്യോബ് 22:23. സർവശക്തനിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ നിന്ന് നീക്കിക്കളയുക. Exactly the same. Daniel Sam again gets 2 more marks. Right? Very good. So that brings to the end of rapid reading round. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഈ ബൈബിൾ കാണുന്നത്. മലയാളത്തിലെ ആധുനിക മലയാള പരിഭാഷയാണ്. ഇതിനകത്തുള്ള 20 പ്രത്യേകതകളുണ്ട് മറ്റു ബൈബിളിലില്ലാത്ത. ഏതൊരു വിഷയവും ഒറ്റ മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാം. അവസാനം അതിനൊരു ഉപശീർഷക സൂചികയുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വിഷയം നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കൊണ്ട്, 1 മിനിറ്റ് വേണ്ട, 10 സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ആ പേജ് കാണും. ആ പേജിലെടുത്ത് വായിക്കാം. ഇതോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ജഡ്ജസ് വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതാണ്. യെസ്, പ്ലീസ് അനൗൺസ് ദ വിന്നേഴ്സ്. ഫസ്റ്റ് പ്രൈസ്. First prize goes to Mrs. Baby D. First prize goes to Mrs. Baby D. Very good. And second prize? Daniel Sam. Daniel Sam. Very good. Right. അടുത്ത ജോഷുവ സ്റ്റേജിലേക്ക് കടന്നു പോകുന്നത് ഫസ്റ്റ് പ്രൈസ് ലഭിച്ച ബേബി ഡിയും അടുത്ത സെക്കൻഡ് പ്രൈസ് ലഭിച്ച ഡാനിയൽ സാമുമാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മുടെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകും. ഇത് കഴിഞ്ഞിരുന്നാലും ശരി, നിങ്ങൾക്ക് ആ ബന്ധം തുടരുവാനും ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റനേകരുമായിട്ട് സംവദിക്കുവാനും മറ്റനേകരുടെ പങ്കെടുക്കുവാനും ഒക്കെയുള്ള മുഖാന്തരം ഒരുക്കുന്നതാണ് നമ്മുടെ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ ചാനലിലൂടെയുള്ള ബൈബിൾ ക്രൗൺ പ്രശ്നോത്തരി. എല്ലാ ദിവസവും രാവിലെ 7 മണിക്കൂർ കൃത്യമായിട്ട് ഒരു ചോദ്യം മാത്രം സമ്മാനമുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ അറിയാമെങ്കിൽ ഉടൻ വാട്സാപ്പിൽ ആ ഉത്തരം അയക്കും. ആദ്യമേ ലഭിക്കുന്ന ഉത്തരത്തിനായിരിക്കും മാർക്ക് ലഭിക്കുന്നത്. ഓൾറൈറ്റ്. നിങ്ങളുടെ സഹകരണത്തിലും ഇതിൽ പങ്കാളിത്തം വഹിച്ചതിനുമായിട്ട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.